ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീദ് മധുസൂദനൻ. അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന ടോപ്പിക്ക് അത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു ചിന്ത വരും, ഇതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കലാകും എന്നുള്ളൊരു കാര്യം. പ്രാക്ടിക്കലാക്കാൻ പറ്റും, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അതിന് നമുക്കൊരു മനസ്സ് വേണം, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നിനെ പറ്റിയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ വയനാട് ദുരന്തം നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. അപ്പൊ ഈ ഒരു മഹാദുരന്തത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദുരിതാശ്വാസ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ വന്നിട്ട് സംഭാവന ചോദിക്കുമ്പോൾ ഒരു കച്ചവടം നടക്കാത്ത കടകളിൽ നിന്ന് പോലും അവര് സ്വമനസാലെ, അത് പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതെല്ലാം സാധനങ്ങളായിട്ടാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എങ്കിൽ ഡ്രസ്സ്, സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിൽ അത്, ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അത്, അങ്ങനെ എല്ലാ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൊടുത്ത് നമ്മുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മുടെ ദുരന്തത്തെ ഒരു പരിധി വരെ നമ്മളെ അതിജീവിക്കാൻ സഹായിച്ച ഒരു വിഭാഗമാണ് കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹം. പക്ഷെ ആ വ്യാപാരി വ്യവസായികളുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാനും ഒരു ബിസിനസ് നടത്തുന്ന ഒരാളായതുകൊണ്ട് എനിക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പല കടകളിലും പേരിന് പോലും കച്ചവടം നടക്കാത്തൊരവസ്ഥയായിട്ടുണ്ട്. അതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇന്നത്തെ കോർപ്പറേറ്റ് വൽക്കരണം, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ കൂടാണ് നമ്മൾ ഇന്ന് സാധനം വാങ്ങിക്കുന്നത്, അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ നമ്മുടെ സമീപത്തെ കടകളിൽ കച്ചവടം നടക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പല സ്ഥാപനങ്ങളിലും പേരിന് പോലും കച്ചവടം നടക്കുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ന്യൂ ഇയർ ഒക്കെ വരാൻ പോകല്ലേ, കുറച്ച് നാളത്തേക്കെങ്കിലും, അറ്റ്ലീസ്റ്റ് ഈ ഒരു വർഷത്തേക്കെങ്കിലും നമുക്കൊന്ന് മാറി ചിന്തിക്കാം. നമ്മുടെ കടകളിൽ കച്ചവടം നടക്കട്ടെ. ഒരു കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ അന്നമാണ്, അല്ലെ? ദിവസേന എത്രയോ ഇടത്തരം മുതൽ താഴോട്ടുള്ള ഇടത്തരം ചെറുകിട കടകളാണെന്നറിയാവോ ഓരോ ദിവസവും കച്ചവടം ഇല്ലാതെ പൂട്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഈ വരുന്ന ഒരു വർഷത്തേക്കെങ്കിലും നമുക്കൊന്ന് മാറി ചിന്തിക്കാം. നമ്മൾ ഈ ഓൺലൈൻ വഴി എടുക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് നമ്മുടെ സമീപത്തെ കടകളിൽ പോയി എടുക്കാം. ശരിയാണ്, ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് സമയം നഷ്ടമായിരിക്കും. മേ ബി നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന വിലയ്ക്ക് കിട്ടുകയില്ല. കുറച്ചൊന്ന് രണ്ട് പ്രശ്നങ്ങൾ കാണും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാതിരിക്കട്ടെ, ശരിയാണ്, ഞാനും ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. കോവിഡ് സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഒന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ നാട്ടിലാണ് കച്ചവടം നടക്കേണ്ടത്. നമ്മളൊരു 10, 100, 200 അല്ലെങ്കിൽ 1000 പേര് മാറി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കുത്തക ഭീമന്മാർക്ക് ഒന്നും സംഭവിക്കാനില്ല. കാരണം അവരുടെ 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഓൾറെഡി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരുടെ അവസ്ഥ അങ്ങനെയല്ല. അന്നന്നത്തെ അന്നത്തിന് പോലും അവര് ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും മാറി ചിന്തിച്ചു. ഞാനിപ്പോൾ ഒരു സാധനം പോലും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാറില്ല. മേ ബി നാട്ടിൽ അന്വേഷിച്ച് അത്ര കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതും വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം, നമുക്ക് സാമ്പത്തിക നഷ്ടമല്ലേ ഓൺലൈനിൽ വാങ്ങിക്കുന്ന റേറ്റിന് നമുക്ക് നമ്മുടെ നാട്ടിലെ കടകളിൽ കിട്ടുമോ എന്നുള്ളത്. അതിനൊരു സിമ്പിൾ ഒരു ഐഡിയ ഉണ്ട്. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓൺലൈനിൽ അതിന്റെ വില നോക്കുക. വില നോക്കിയിട്ട് നേരെ നമ്മളെ ഷോപ്പിലേക്ക് ചെല്ലുക. ഷോപ്പിൽ ചെന്നിട്ട് അവരോട് സാധനത്തിന്റെ വില ചോദിക്കുക. അവർ ഒരുപാട് കൂട്ടിയാണ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാമല്ലോ. നമ്മൾ പറയുക, ഇപ്പം മേ ബി എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് 200 രൂപയുടെ ഒരു സാധനം ഓൺലൈനിൽ 200 രൂപയേ ഉള്ളൂ. പക്ഷെ നമ്മൾ കടയിൽ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അതിന് അവര് 500 രൂപ പറയും. നമുക്ക് തീർച്ചയായിട്ടും പറയാം, ചേട്ടാ ഇതിന് ഓൺലൈനിൽ 200 രൂപ വിലയുള്ളൂ. അപ്പൊ ഈ 500 രൂപ വില ഇടുന്നത് നിങ്ങൾക്ക് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ നിങ്ങളുടെ കടയിൽ കച്ചവടം നടക്കട്ടെ എന്ന് കരുതിയാണ് വന്നത്. അപ്പൊ അങ്ങനെ ബാർഗെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായും അയാൾ വില കുറയ്ക്കാൻ നിർബന്ധിതനാവും. ആസ് എ കൺസ്യൂമർ നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ ന്യായമായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് അയാൾക്കും നഷ്ടമില്ലാതെ നമുക്കും നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഐഡിയയാണ് ഞാൻ എല്ലായിടത്തും പ്രയോഗിക്കുന്നത്. അപ്പൊ അതിന് മനസ്സ് വേണം. അതിന് പറഞ്ഞില്ലേ, എന്തൊക്കെയായാലും ഓൺലൈനിൽ കിട്ടുന്ന വിലയ്ക്ക് നമുക്ക് നാട്ടിൽ സാധനങ്ങൾ കിട്ടില്ല. അപ്പൊ ആ ഒരു ചെറിയ നഷ്ടം സഹിക്കാനുള്ള ഒരു മനസ്സ് വേണം. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മളുടെ കൂടെ എല്ലാ കാര്യത്തിനും നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു വ്യാപാരി വ്യവസായ സമൂഹത്തിന് അത് വലിയൊരു സഹായമാകും.
കടകൾ, നമ്മുടെ നാട്ടിലെ കടകളും കച്ചവടവും നടന്നു പോകേണ്ടത് നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമായിട്ട് കണ്ട് നമ്മളതൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരും. അപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും മനസ്സുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഐഡിയയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് കരുതി ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന എല്ലാവരും നാളെ മുതൽ ഓൺലൈൻ സംസ്കാരം ഉപേക്ഷിച്ച് കടകളിൽ പോയി പർച്ചേസ് ചെയ്യുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരാളെങ്കിലും ഒരാൾ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കത് മതി. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നാട്ടിലെ കച്ചവടം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എനിക്ക് എൻ്റെ സിനിമാ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതെല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.